മനോരഥങ്ങൾ ഈ സീരീസ് മൊത്തം കണ്ടു. ഞാൻ ഇത് കണ്ടത് കറക്റ്റ് ഓർഡറിലല്ല കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചു 8 എപ്പിസോഡുകളാണ് ഉള്ളതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം 5ാമത്തെ എപ്പിസോഡ് കണ്ടു, പിന്നെ 4ാമത്തെ എപ്പിസോഡ് കണ്ടു, പിന്നെ 6ാമത്തെ എപ്പിസോഡ് കണ്ടു, പിന്നെ 3ാമത്തെ എപ്പിസോഡ്, പിന്നെ 7ാമത്തെ എപ്പിസോഡ്, 2ാമത്തെ എപ്പിസോഡ്, 8ാമത്തെ എപ്പിസോഡ്, 1ാമത്തെ എപ്പിസോഡ്, പിന്നെ 9ാമത്തെ എപ്പിസോഡ്. അങ്ങനത്തെ ഒരു ഓർഡറിലാണ് ഞാൻ കണ്ടേ. പിന്നെ അവസാനത്തെ ഇപ്പോൾ ഞാൻ കണ്ടേ 9 എപ്പിസോഡുകളുണ്ടെന്ന്. ഇത് എനിക്ക് ടോട്ടൽ ഒരു ആവറേജ് ഫീലാണ് കിട്ടിയത്. ചില കഥകൾ നല്ലതാണ്, പക്ഷേ മിക്കതും ഒരു ആവറേജ് രീതിയിലാണ് ഇങ്ങനെ പോയത്. ചിലതൊന്നിനും കൊള്ളില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. ഇത് ഞാൻ ആദ്യം കണ്ടത് വിൽപ്പന എന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ഓർഡർ തന്നെ പറയാം. ആദ്യത്തെ ഓളവും തീരവും കുഴപ്പമില്ല, അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ മലങ്കൾട്ട് സാധനമായിരിക്കുന്ന വിചാരിച്ചേ. ഈ മോഹൻലാലും ദുർഗാകൃഷ്ണനും എന്ത് കോമ്പിനേഷനാണെന്ന് വിചാരിച്ച് കാണാൻ തുടങ്ങി. പക്ഷേ കണ്ടു തുടങ്ങിയപ്പോൾ സംഗതി കുഴപ്പമില്ല, നല്ലതാണ്. അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടത്. നല്ല എന്താ പറയുക, ലവ് സ്റ്റോറി. പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഇത്ര നന്നായിട്ട് ചെയ്യുന്നത്. ഇത് മോഹൻലാലിൻ്റെ പഴയ ലുക്കായിരുന്നെങ്കിൽ എന്തായാലും ഈ റോൾ ചെയ്യാൻ പറ്റില്ല. ഈ ഒടിയന് വേണ്ടി മേക്ക് ഓവർ നടത്തിയത് ഇപ്പം നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു കുറച്ചും കൂടെ യങ്ങായിട്ടുള്ളൊരു ലുക്ക് വന്നിട്ടുണ്ട് ഇതിൽ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അത് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കോസ്റ്റ്യൂമും മേക്കപ്പും എനിക്ക് അത്രയൊക്കെ അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരു തരം നാടകത്തിൻ്റെയൊക്കെ ഒരു തരം കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ പോലെ. മോഹൻലാലിൻ്റെയും വലിയ ഗുണമില്ല. മോഹൻലാലിൻ്റെ അത്ര വിഗ്ഗൊന്നും അത്ര ശരിയായില്ല. ഈ സീരീസിൽ കംപ്ലീറ്റ് വിഗ്ഗുകളൊന്നും നല്ലതല്ല. വിഗ്ഗൊക്കെ ഒരുമാതിരി പരട്ട വിഗ് എടുത്ത് വെച്ചേക്കണവരുണ്ട് എല്ലാത്തിലും. പിന്നെ ഇതിനകത്ത് ഒരു തരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു കാര്യം ഈ കറക്റ്റ് നാടകത്തിനൊക്കെ ഉപയോഗിക്കണ പോലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ ഒരു സ്റ്റണ്ട് പോരാ. പക്ഷേ മറ്റേ പുഴയിലുള്ളൊരു സീനുണ്ട്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് ഒരുമാതിരി അത് നന്നായിട്ട് ചെയ്യാമായിരുന്നു. ആരെ കൊണ്ടിലൊക്കെ നല്ല ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നെങ്കിൽ മോഹൻലാലും ചെയ്യാൻ പറ്റുമായിരുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അതെന്തോ മര്യാദയ്ക്ക് ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഓളവും തീരവും അങ്ങനെ. പിന്നെ കടുകണ്ണാവ് ഒരു യാത്രാക്കുറിപ്പ്, അതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു കയറ്റം ഇറക്കം ഇല്ലാണ്ട് ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ കണ്ടു തീർക്കാൻ പറ്റുന്നൊരു കഥ. അത് വലിയ തെറ്റ് പറയാനില്ല, കഥ കുഴപ്പമില്ല. ഇയാളിങ്ങനെ ഈ മമ്മൂട്ടീനകത്ത് പ്രായമായിട്ട് പുള്ളി ശ്രീലങ്കയിലേക്ക് പോകണം, ഒരാൾ തപ്പി ഇങ്ങനെ പോകുന്നതാണ്. അവിടെ അതിൻ്റെ ഇടയിൽ കുറേ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിൽ വിനീതൊക്കെ വരുന്നുണ്ട്. വിനീതൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ വിഗ്ഗാണ്, മമ്മൂട്ടിയുടെ വിഗ്ഗും ഒരു ഗുണമില്ല. ഇതിലത്തെ അഭിനയവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മൊത്തം അവസാനത്തുമ്പോൾ എന്താ വലിയൊരു സംഗതിയൊന്നും ഇല്ലാത്തൊരു എൻഡിങ് അങ്ങനെ പറയാം. പിന്നെ 3ാമത് കാഴ്ച ഇതുപോലെ ഒരു എന്താ പറയുക, എൻഡിങ് ഇല്ല അതിന് എൻഡിങ് ഇല്ല. അത് മറ്റേ പാർവതി ആണ് ഇതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ചേക്കണേ. ഒരു സ്ത്രീയുടെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കണു. അതൊക്കെ തുടക്കമൊക്കെ നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ചെന്നൈയിലും നാട്ടിലുമായിട്ടാണ് ഈ കഥ നടക്കണേ. അത് ഇവിടുത്തെ നാട്ടിലെത്തുമ്പോൾ ഇവിടുത്തെ നാട്ടിൻപുറം ഒരു തറവാട് അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ കാണിക്കണം. അതൊക്കെ 2-3 എപ്പിസോഡുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ തറവാട്, നാട്ടിൻപുറം ഇതൊക്കെ ഇങ്ങനെ കാണിക്കുക, അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ശ്യാമപ്രസാദ്, കടുകണ്ണാവയുടെ രഞ്ജിത്ത്, ഓളവും തീരവും പ്രിയദർശൻ. കാഴ്ച വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കണ്ടുപോയി. അവസാനം എനിക്കൊന്നും മനസ്സിലായില്ല, എന്താണ് അതിൻ്റെ ക്ലൈമാക്സ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ 4ാമത് വിൽപ്പന എനിക്ക് ആ തീം അത്ര ഇഷ്ടമായില്ല. എനിക്ക് അങ്ങോട്ടേക്ക് കണക്റ്റ് ആയില്ല. ഒരു കാശുള്ളൊരു സ്ത്രീ അവരുടെ ചില ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറയുന്നതാണ് അതിനകത്ത് ആസിഫ് അലിയാണ് നായകനായിട്ട് തന്നെ. എനിക്കതത്ര വലിയ ഇഷ്ടമായില്ല. അതും എൻഡിങ് എത്തുമ്പോൾ എന്തോ ഒരു എന്താ പറയുക, ഒരു ഫ്ലാറ്റ് ECG പോലെ ഇങ്ങനെ പോണൊരു സംഗതി, അങ്ങനത്തെ ഒരു എൻഡിങ്. പിന്നെ ഷെർലക്ക് ഈ നാട്ടിൻപുറം കാര്യമൊന്നും അതിനകത്തില്ല. കംപ്ലീറ്റ് നടക്കുന്നത് അമേരിക്കയിലാണ്. ഫഹദ് ഫാസിലാണ് അതിനകത്ത് നായകനായിട്ട് തന്നെ. ഫഹദ് ഫാസിലിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പൂച്ച കയറി വരുന്നുണ്ട്. പൂച്ചയ്ക്ക് അതിനകത്ത് എന്തൊക്കെയോ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അവസാനത്തിപ്പോഴും മനസ്സിലായില്ല. അതെനിക്ക് ഈ എപ്പിസോഡ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ സ്വർഗം തുറക്കുന്ന സമയം, അത് ഇന്ദ്രൻസും നെടുമുടിയും അവരൊക്കെയാണ്. പിന്നെ കൈലാഷൊക്കെ ഉണ്ട്, യൂണിവേഴ്സൽ സ്റ്റാർ കൈലാഷ്, അയാളൊക്കെ ഉള്ളൊരു സീരീസാണ്. മറ്റേ രഞ്ജി പണിക്കരൊക്കെ ഉണ്ട്.
അത് കുഴപ്പമില്ല. അത് സ്വർഗം തുറക്കും. അതും നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കഥയാണ്. ഇങ്ങനെ നമ്മൾ കുറേ തവണ കണ്ടത് കൊണ്ടാന്ന് തോന്നുന്നു. പല പല സിനിമകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അത് കാരണം ഇങ്ങനെ പ്രെഡിക്റ്റബിളായിട്ട് ഇങ്ങനെ പോണ ഒരു കഥ. അത് ഡയറക്റ്റ് ചെയ്തേക്കണ ജയരാജാണ്. ഇത് ഇത്തിരി ഒരു ലാഗ് അടിച്ച പോലെ തോന്നി. ജയരാജ് ഇങ്ങനെ ഒരു അവാർഡ് സിനിമ എടുക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ എടുത്ത പോലെ എനിക്ക് തോന്നിയത്. പുള്ളി കമേഴ്ഷ്യൽ ഫിലിംസ് എടുക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു അവാർഡ് ലൈനിൽ ഇങ്ങനെ പോണ ഒരു ഒരു എപ്പിസോഡാണിത്. പിന്നെ അഭയം തേടി വീണ്ടും, ഇത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇതെന്താണെന്നോ ഒരു സംഗതി ഒന്നും മനസ്സിലായില്ല. സിദ്ദിഖാണ് മെയിനായിട്ട് വന്നേക്കണേ. ഇതിനകത്ത് സന്തോഷ് ശിവനാണ് ചെയ്തേക്കണേ. ക്യാമറയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, അഭിനയം നന്നായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ ഒന്നും മനസ്സിലാവണില്ല. എന്താ ഉദ്ദേശിക്കണേ? സിദ്ദിഖിന് എന്താ ഭ്രാന്താണോ? സിദ്ദിഖ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ തോന്നുന്നതാണോ അതോ ശരിക്കും നടക്കുന്നതാണോ? ഒന്നും മനസ്സിലായില്ല. പിന്നെ കടൽക്കാറ്റ് രതീഷ് അമ്പാട്ടാണ് ചെയ്തേക്കണത്. അത് ഇന്ദ്രജിത്ത് നായകനായിട്ട് വരുന്നു. ഇന്ദ്രജിത്തും ഭാര്യയായിട്ട് വരുന്നത് അപർണ ബാലമുരളി. ഇത് കുഴപ്പമില്ലാത്ത കഥയാണ്. പക്ഷേ ഇതിനകത്ത് അഭിനയം എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഇന്ദ്രജിത്തിൻ്റെ അഭിനയം എനിക്ക് അങ്ങോട്ടേക്കൊരു രസം തോന്നിയില്ല. അതൊരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണൊരു കഥ. വലിയ സംഗതികളൊന്നും ഇതിനകത്ത് ഇല്ല. എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നു, അവസാനം ഒരു വിചാരിക്കുന്ന പോലത്തെ തന്നെ ഒരു എൻഡിങ്. അത്രേ പറയാനുള്ളൂ.